ഹലോ നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഡൽഹി വാർ പ്രത്യേക കവറേജിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് 8 മണി മുതൽ വരികയായി. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ അവരുടെ വിജയം ആവർത്തിക്കാൻ കഴിയുമോ? ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കഴിയുമോ? അതോ ഏറെക്കാലമായി നരേന്ദ്രമോദിയും BJPയും സ്വപ്നം കണ്ട രാജ്യ തലസ്ഥാനത്തെ ഭരണം എന്ന മോഹം ഇത്തവണ അവർ പൂവണിയിക്കാൻ പോവുകയാണ്? കോൺഗ്രസിന്, മാറി നിന്ന് മത്സരിച്ച കോൺഗ്രസിന് എന്തെങ്കിലും ഒരു നേട്ടം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമോ? പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് ഈ ദിവസം. 1 മണിക്കൂറിനകം തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വരികയായി. അപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപുള്ള അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, ഒപ്പം അതിൻ്റെ ഒരു ഫലവും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുന്നു നമ്മൾ. ഈ മണിക്കൂറിൽ എൻ്റെ കൂടെ D ധനസുമോദും തൗഫീഖ് അസ്ലമും ഒപ്പം PR അരവിന്ദും ചേരുന്നു ഡൽഹിയിൽ നിന്ന് തത്സമയം. ധനസുമോദ്, 8 മണിയോടുകൂടി ഫലം വന്ന് തുടങ്ങുകയായി, കൗണ്ടിംഗ് ആരംഭിക്കുകയായി. ഡൽഹിയെ സംബന്ധിച്ച് എന്തുമാത്രം ആകാംക്ഷാഭരിതമായി കാത്തിരിക്കുന്നുണ്ട് ഈ ഫലം പുറത്തു വരാൻ? ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം എനിക്ക് തോന്നുന്നത്, ഇതിൽ BJPക്ക് അനുകൂലമായി ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് അങ്ങേയറ്റത്തെ ആകാംക്ഷയില്ല. ഒരു ഫലം ഏതാണ്ട് ഒരു പ്രത്യേക സ്വഭാവത്തിൽ വന്നിരിക്കും എന്ന് കരുതുകയാണോ? അതോ എന്തും സംഭവിക്കാം എന്ന ഒരുതരം ഒരു മുൾമുന ഡൽഹിയിലുണ്ടോ? നിഷാദ് ചോദിച്ച പോലെ തന്നെ എന്തും സംഭവിക്കാമെന്നൊരു മുൾമുന ഡൽഹിയിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 5:50 പോലും ആം ആദ്മിയുടെ സ്ട്രാറ്റജി ടീമുമായിട്ട് സംസാരിച്ചു. അവർ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അവർ 45 സീറ്റെങ്കിലും അവർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അവർ ചൂണ്ടിക്കാട്ടുന്നത് 2013 ആം ആദ്മിക്ക് വിജയസാധ്യത ആരും പ്രവചിച്ചിരുന്നില്ല. 2015 തെരഞ്ഞെടുപ്പിലും ആരും പ്രവചിച്ചിരുന്നില്ല. കാരണം 2014 ആയപ്പോൾ ഒറ്റയ്ക്ക് BJP അധികാരത്തിൽ വരികയും മോദി വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം നേടുകയും ചെയ്തതിനു ശേഷം മാസങ്ങൾക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തും BJP വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഉണ്ടായില്ല. 2019 ആയപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ BJPക്ക് അനുകൂലമായിരുന്നു ചെയ്തത്. കാര്യം 2014 282 സീറ്റാണ് BJPക്ക് ലഭിച്ചെങ്കിലും 2019 ആയപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് അടക്കം നടത്തിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 303 സീറ്റുകൾ ആണ് BJPക്ക് ലഭിച്ചിരുന്നത്. ആ സമയത്ത് പോലും ആം ആദ്മി പലപ്പോഴും ഇല്ലാതായി പോകും എന്നുള്ളൊരു പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷേ ആ തരത്തിലുള്ള ഒരു ഇല്ലാതാകൽ നടന്നില്ല. കൂട്ടത്തോടെ കൂറുമാറ്റാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ നടത്തിയിരുന്നു. മഹാരാഷ്ട്രയിൽ അടക്കം ഭരണം മൊത്തത്തിൽ പൊളിഞ്ഞു താഴെ വീഴുകയും BJPക്ക് മേധാവിത്വമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇതിപ്പോൾ മുഖ്യമന്ത്രി അടക്കം ജയിലിൽ അടച്ചിട്ട് പോലും ആ തരത്തിലുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിൽ BJP പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ 12 ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക വരുമാനത്തിന് താഴെയുള്ളവർക്ക് ആദായ നികുതി ഇളവ് കൊടുക്കുകയും അതുകൂടാതെ ഈ ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോഴും ഇവർ പറയുന്നത് ഇതിപ്പോൾ ഈ മിഡിൽ ക്ലാസ്സിന് ഈ തരത്തിലുള്ള ഒരു ആനുകൂല്യം ഉണ്ടാകും എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം ശ്രദ്ധിക്കണം. കാര്യം സൗജന്യ വെള്ളം, സൗജന്യ വൈദ്യുതി, സൗജന്യ ബസ് യാത്ര തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഒരു 25,000 രൂപയുടെ ഒരു ആനുകൂല്യമാണ് ഇപ്പോൾ ഡൽഹിക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഈ BJP ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് BJPയാണ്. BJP അവർ വലിയ ക്രൂരമായ ഭൂരിപക്ഷത്തിൽ അധികാരമുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന രീതിയിൽ ഇതൊന്നും നടത്തിയില്ല. അതുകൊണ്ട് ഈ തെറ്റായ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താകും. ആം ആദ്മി അധികാരത്തിൽ നിന്ന് പുറത്താകുമ്പോൾ കേവലം അധികാരത്തിൽ നിന്ന് കെജ്രിവാൾ പോകുന്നത് മാത്രമല്ല ഈ സൗജന്യങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ള ഒരു കാര്യം മധ്യവർഗത്തിന് മനസ്സിലാകും. അതുകൊണ്ട് മധ്യവർഗം തങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ആദ്യത്തെ 2015 67 സീറ്റാണ് ആം ആദ്മി നേടിയത്. 3 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. 2020 ആയി കഴിഞ്ഞപ്പോഴേക്ക് 62 സീറ്റ്, 8 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ആ തരത്തിലുള്ള ഒരു തൂത്തുവാരിയുള്ള ഒരു വിജയമായിരിക്കില്ല ഇത്തവണ ഉണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും നടത്തിയിരിക്കുന്നത്. പക്ഷേ അവസാന നിമിഷം ഒന്ന് തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കടന്നുകൂടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി സർക്കാർ ചെയ്യുന്നത്. അതേസമയം BJP ആവട്ടെ, BJP അവർ ഇതുവരെ ചെയ്തിരിക്കുന്ന വർക്കിൽ കാര്യം
അവർക്ക് ഈ 12 വർഷമായിട്ട് തൊടാൻ പറ്റ പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഈ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് BJP മുന്നോട്ട് പോയത്. കാരണം നേരത്തെ ഈ തരത്തിലുള്ള സൗജന്യ വെള്ളം, സൗജന്യ വൈദ്യുതി എല്ലാം ഫ്രീബി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഇതെല്ലാം അരാജകത്വമാണ് എന്നാണ് നേരത്തെ നരേന്ദ്രമോദി അടക്കം പറഞ്ഞത്. മാത്രമല്ല ഇത് ചോദ്യം ചെയ്തുകൊണ്ട് അശ്വനി ഉപാധ്യായ എന്ന് പറഞ്ഞ BJP നേതാവ് തന്നെയാണ് ഫ്രീബിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോലും അനുകൂല വിധി വരാത്തൊരു സാഹചര്യത്തിൽ അവർ അവസാനം എന്തൊക്കെയാണോ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ച ഈ സൗജന്യങ്ങളെ ചേർത്ത് പിടിച്ച് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വോട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ആം ആദ്മിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ ജലം അതേപോലെ തന്നെ വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു 2015 അവർ നടപ്പിലാക്കിയെങ്കിൽ നടപ്പിലാക്കിയതിന്റെ പേരിലാണ് അവർ വോട്ട് ചോദിച്ചത്. അത് അവർ വിജയിക്കുകയും ചെയ്തു. അതിന്റെ അടുത്ത തവണയായപ്പോൾ സൗജന്യമായിട്ടുള്ള ബസ് യാത്ര അന്ന് ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ഒരിക്കലും ഒരു സംസ്ഥാന ഭരണകൂടത്തിനും ചിന്തിക്കാൻ പറ്റാത്ത ഒരു പുതിയൊരു വാഗ്ദാനം നടപ്പാക്കിയതിനു ശേഷമാണ് വോട്ട് ചോദിച്ചത്. പക്ഷേ ഇത്തവണയാവട്ടെ വാഗ്ദാനങ്ങളുടെ പുറത്ത് മാത്രമാണ് വോട്ട് ചോദിച്ചത്. അതിന്റെ ഒരു ആശങ്ക മാത്രമാണ് ആം ആദ്മിക്കുള്ളത്. ഏറ്റവും ഒടുവിൽ അവർ കടന്നുകൂടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി പുലർത്തുന്നത്.